നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു ഗർഭിണിയോട് ഒരിക്കലും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ കൂടി അന്വേഷിക്കട്ടെ. ശരി കിരിയേട്ടാ. ഞാനേ അമ്പലത്തിലേക്ക് തിരിച്ചു കയറി മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ വരുന്നുള്ളൂ. ശരി. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ ലെഡ്ജർ കിട്ടിയ മഞ്ജുവിനെ തട്ടുന്നതാ നിങ്ങൾക്ക് നല്ലത്. ശരി, ആദ്യം ലെഡ്ജർ കിട്ടട്ടെ. എന്താ ഗോപാൽജി ആലോചിക്കുന്നത്? ഒരു പോലീസുകാരിയെ കൊല്ലാനുള്ള പേടികൊണ്ടാണോ? ഈ കൈകൊണ്ട് ഞാനൊരു പോലീസുകാരനെ കൊന്നിട്ടുണ്ടെന്ന് നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്റെ വഴിയിൽ തടസ്സമായിട്ട് ആര് വന്നാലും കൊല്ലാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാ ഞാൻ ഈ ബിസിനസ് ഒക്കെ പടുത്തു വരുത്തിയത്. അപ്പൊ പിന്നെ ഗിരിയാണ് ഗോപാൽജി ഭയക്കുന്നത് അല്ലേ? അതെ, അവൻ അപകടകാരിയാ. മഞ്ജുവിന്റെ മരണത്തിൽ എന്തെങ്കിലും സംശയം അവന് തോന്നിയാൽ അവൻ അന്വേഷിക്കാൻ ഇറങ്ങും. അതിന്റെ പിറകില് ഞാനാണെന്നറിഞ്ഞ എന്റെ കുടുംബത്തിലെ ഒരാളെയും അവൻ ബാക്കി വെച്ചേക്കില്ല. മഞ്ജു ജീവനോടെ ഇരുന്ന എന്നെങ്കിലും ഒരു ദിവസം അവളുടെ വാക്ക് കേട്ട് ഗിരി ഗോപാൽജിക്കെതിരെ തിരിയും, അതുറപ്പാ. അന്നും ഗോപാൽജിയുടെ കുടുംബത്തിന് ഇതേ റിസ്കാ. മഞ്ജുവിനെ ഒഴിവാക്കിയ ഗോപാൽജിക്ക് ഗിരിയെ എന്തെങ്കിലും പറഞ്ഞു പറ്റിച്ച് തടിയൂരാ. മഞ്ജു ജീവനോടെ ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ഗിരിയെ ഗോപാൽജിക്കെതിരെ തിരിച്ചുകൊണ്ടേയിരിക്കും. എന്ത് വേണമെന്ന് ഗോപാൽജി തീരുമാനിക്കും. നീ പറയുന്നത് ശരി. മഞ്ജുവിനെയും മാധവന്റെ അടുത്തേക്ക് അയക്കാൻ സമയമായി. ഈ ഒരു പെണ്ണിന്റെ പൊക്കാനാണോ ഗോപാൽജി 4 പേരെ കൂട്ടാൻ പറഞ്ഞത്? ഇത് നമുക്ക് 2 പേർക്കുള്ള പണി പോലും ഇല്ല. നീ അവളെ അത്ര നിസാരക്കാരിയായി കാണല്ലേ. അവളാ മാധവന്റെ മോള. അയാളുടെ ഇടി നിനക്ക് ഓർമ്മയില്ലേ? ഓ, മറക്കാൻ പറ്റൂ. പക്ഷേ ഇവള് വെറും ഒരു പെണ്ണല്ലേ. ഞാൻ പോട്ടെ, ടച്ചിങ്സ് എടുത്തോണ്ട് വരാം. മാധവനെ, നമ്മളെ തല്ലിന് തിരിച്ച് എപ്പോഴെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും അയാളുടെ മോളെ കൈ കിട്ടിയല്ലോ. ഇവളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പെണ്ണിന്റെ ശക്തി ഞാൻ കാണിച്ചു തരാടാ കേട്ടോ.
ചെയ്യുന്നേ? പറയടാ. ഇനി മേല പെണ്ണുങ്ങളെ അപമാനിച്ച് സംസാരിക്കരുത്. ഇവളുമാരുടെ ശക്തി എന്താന്ന് മനസ്സിലായല്ലോ. ഓ മനസ്സിലായി. ഇവളെ കൈകാര്യം ചെയ്യാൻ 4 പേരൊന്നും പോരാ. ഇവള് മാധവന്റെ മോള് തന്നെയാ. DNA ടെസ്റ്റ് ഒന്നും വേണ്ട. ഗോപാൽജിയുടെ കോള. ഇവള് നമ്മളെ തല്ലിയ കാര്യം ഗോപാൽജി അറിയണ്ട. നമുക്ക് നാണക്കേടാ. അത് പിന്നെ പറയാനുണ്ടോ? നീ അവളെ കെട്ടിയിട്. ഹലോ സാർ. എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങൾ? എന്തായി? അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ? പൂച്ചക്കുട്ടിയെ പോലെ ഉറക്ക. അവൾ ഉണർന്ന പ്രശ്നമാ. ആ അത് മനസ്സിലായി. പിന്നെ എനിക്ക് വേണ്ട ലെഡ്ജർ കിട്ടിക്കഴിഞ്ഞാ അവളെ വെറുതെ വിടണ്ട. തീർത്ത് കളഞ്ഞേക്ക്. കൊല്ലാനോ? അവളെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസരം ഇനി കിട്ടില്ല. അല്ല അതിപ്പോ. ആ എന്താടാ, പോലീസായോണ്ട് പേടിയാണോ? അല്ല, പേടിയൊന്നുമില്ല. കാശ് അത് നീ ചോദിച്ചതിലും കൂടുതൽ ഞാൻ തരും. എന്താ പോരെ? അത് മതി സാറേ. എന്നാ ശരി, സമയമാവുമ്പോ ഞാൻ വിളിക്കാം. ഞങ്ങളെ അടിച്ചതിനുള്ള പണി ഞങ്ങൾ തരുന്നുണ്ടടി. ഒടുക്കത്തെ പണി. വാടാ. നീ എന്തിനാടാ എത്ര ടെൻഷൻ അടിക്കുന്നേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചല്ലോ. അമ്മ എന്തോ ഒന്നും അറിയാത്ത പോലെ പറയുന്നേ. അവള് എന്തൊക്കെ പ്രശ്നങ്ങളെ ചെന്ന് ചാടിയിരിക്കുന്നത് നമുക്കറിയില്ലേ. അവളുടെ കയ്യിലുള്ള തെളിവ് മഞ്ജുവിനെ ഏൽപ്പിച്ച അത്രയും സമാധാനമാണെന്ന് ഓർത്താ ഞാനിരിക്കുന്നത്. അവളുടെ ശബ്ദം ഒന്ന് കേട്ടാ മതിയായിരുന്നു. പക്ഷെ വിളിച്ച ഫോൺ എടുക്കുന്നില്ലെന്നേ. നീ മഞ്ജുവിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ തിരക്കിക്കേ. വിളിക്കേ. മഞ്ജു എവിടെയാണെന്ന് നിനക്കറിയാമോ? ഇല്ല, ഞാനിപ്പോ വിളിക്കാൻ പോവായിരുന്നു. ഞാനും കുറെ നേരമായിട്ട് വിളിക്കുന്നു, അവള് ഫോൺ എടുക്കുന്നില്ല. രാവിലെ സ്റ്റേഷനിലേക്കാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മഞ്ജു സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. പോകുന്ന വഴിയിൽ എവിടെയോ വെച്ച അവള്. എടാ, മഹിമ രാവിലെ മഞ്ജുനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി കാണാന്നാ അവളും കരുതിയത്.